കണ്ണൂരിൽ മരത്തിന് മുകളിൽ നിന്നും പാമ്പിനെ പിടികൂടാനുള്ള അതിതീവ്ര ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാമ്പ് അവിടെ നിന്ന് ഇഴഞ്ഞു നീങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉദ്യോഗസ്ഥർ അതിനെ കൂട്ടിലാക്കാനുള്ള ശ്രമം നടത്തുന്നു. ഫെലിക്സ് ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ഫെലിക്സ്, നേരത്തെ ഉണ്ടായിരുന്നിടത്തു നിന്നും പാമ്പ് മുന്നോട്ടേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ശ്രമം പുരോഗമിക്കുന്നത്? പാമ്പ് നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്ഥലത്തല്ല, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാമ്പ് മാറി. അതായത് അത് മറുവശത്തേക്കാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ശിഖരത്തിൽ നിന്ന് നേരെ എതിർവശത്തുള്ള മറ്റൊരു ശിഖരത്തിലേക്കാണ് ഇപ്പോൾ പാമ്പ് മാറിയിരിക്കുന്നത്. നേരത്തെ ഈ ചുറ്റി വരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. പാമ്പിൻ്റെ വാലിൽ ഈ പറയുന്ന പാമ്പ് പിടുത്തക്കാരായ ആളുകൾ പിടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഒരിടത്ത് അത് പിടിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് പാമ്പിനെ ഇവിടേക്ക് അതിൻ്റെ തല പുറത്തേക്ക് വരികയാണെങ്കിൽ അതിനെ ഇങ്ങോട്ടേക്ക് ഇടാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു ശ്രമമാണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ ഈ പാമ്പ് പിടുത്തക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലും പാമ്പ് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തല്ല, ആ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പാമ്പിനെ പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു. രണ്ട് പാമ്പ് പിടുത്തക്കാരാണ് ഇപ്പോൾ ഈ മരത്തിന് മുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പാമ്പ് പരിചയസമ്പന്നരായിരിക്കും, പക്ഷെ മരത്തിന് മുകളിൽ അവർക്ക് ഒരുപാട് നിൽക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് ആ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ആണ്? ഇത് അല്പം ശ്രമകരമാണ്. ഇപ്പോൾ ഏതായാലും പാമ്പ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും കുറേ ഉള്ളിലേക്ക് നീങ്ങി എന്നതാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും കുറേ അധികം മുകളിലേക്ക് പാമ്പ് ഒരു ശിഖരത്തിലൂടെ അങ്ങോട്ടേക്ക് മാറി. ഇനിയിപ്പോൾ അത് ആ ശിഖരത്തിൻ്റെ അറ്റത്തേക്കാണ് പോകുന്നത്. നേരത്തെ അതായത് മരത്തിൻ്റെ ഈ പ്രധാന ഭാഗത്തായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെയല്ല, അതൊരു ശിഖരത്തിൻ്റെ അറ്റത്തേക്ക് മാറുന്നു എന്നതാണ്. അവിടെ പോയി പാമ്പിനെ പിടിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസവുമേറിയ ഒന്നാണ്. കാരണം അവിടേക്ക് എത്തിപ്പെടുക, കാരണം അത് ശിഖരത്തിൻ്റെ അങ്ങേ അറ്റത്തേക്കാണ് ഇപ്പോൾ പാമ്പ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ അത്ര വ്യക്തമായി കാണാൻ കഴിയില്ല. കാരണം വള്ളിപ്പടർപ്പുകളൊക്കെ നിറഞ്ഞൊരു മരമാണ്. ആ മരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ശിഖരത്തിൻ്റെ അറ്റത്തേക്കാണ് ഇപ്പോൾ പാമ്പ് നീങ്ങിയിട്ടുള്ളത്. അവിടെ എത്തി പാമ്പിനെ പിടികൂടുക എന്നത് അല്പം പ്രയാസകരമായ ഒന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ പാമ്പ് പിടുത്തക്കാരിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അടുത്ത ഘട്ടം എങ്ങോട്ടേക്ക് നീങ്ങാൻ കഴിയുമെന്നത്. ഇതൊരു നഗരത്തോട് ചേർന്ന സ്ഥലമാണ്, റോഡിനരികിലുള്ള സ്ഥലമാണ്, ധാരാളം വീടുകൾ അതായത് പുഴാതി ഹൗസിംഗ് കോളനി ജംഗ്ഷനാണ്. ഹൗസിംഗ് കോളനിയിലേക്ക് പോകുന്ന സ്ഥലത്തുള്ളൊരു മരമാണ്. ആ മരത്തിലാണിപ്പോൾ ഈ പാമ്പ് ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നത്. ഏതെങ്കിലും അതിനെ രക്ഷപ്പെടുത്താനൊരു ശ്രമം ഇപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ആ ശ്രമം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് പൂർണ്ണ അർത്ഥത്തിൽ അത് ഇപ്പോൾ പ്രാവർത്തികമാകാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അതിനൊരു കുറച്ചുകൂടി വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യം ഉണ്ട് എന്നതാണ്. ആ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഏതായാലും ഇപ്പോൾ പാമ്പ് പിടുത്തക്കാരായ രണ്ട് പേരാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇവിടെ എത്തി ഏതൊക്കെ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു ശ്രമം കൊണ്ടിരിക്കുന്നത് നമുക്കത് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വലിയ മരത്തിന്റെ ശിഖരത്തിന്റെ അറ്റത്തേക്ക് പാമ്പ് പോവുകയാണ്. പിന്നീട് അവിടെ നിന്ന് ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ചവിട്ടി നിന്ന് പാമ്പിനെ പിടിക്കുക അത്ര എളുപ്പമാകില്ല. പ്രത്യേകിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു നഗരമേഖല കൂടിയാണ്. അപ്പോൾ പാമ്പിനെ അവിടെ ഇട്ടേച്ച് തിരികെ പോകാനും ശ്രമം ഉപേക്ഷിച്ച് പോകുകയും അസാധ്യമാണ്. കാരണം നാട്ടുകാരൊക്കെയുള്ള ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. പിടികൊടുക്കുന്നേ ഇല്ല അല്ലേ പാമ്പ്? ഇല്ല, പാമ്പ് പിടികൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റൊരു ദിശയിലേക്ക് മാറി കുറേ കൂടെ അകലത്തേക്ക് പോയി. ഇപ്പോൾ ഈ പറയുന്ന റെസ്ക്യൂ ചെയ്യുന്ന രണ്ട് ആളുകളാണ് പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി മരത്തിന് മുകളിലുള്ളത്. ഇവരുടെ അടുത്ത് നിന്നും കുറേ ദൂരത്തേക്ക് ഇപ്പോൾ പാമ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് കടന്നെത്തുക എന്ന് പറയുന്നത് ഈ പറയുന്ന മരങ്ങളുണ്ട്, അതിന് ചില്ലകളുണ്ട്, ചുറ്റും വള്ളിപ്പടർപ്പുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് എത്തുക എന്നത് വളരെ പ്രയാസമാണ്. അതുകൊണ്ടൊരു കത്തി ഉപയോഗിച്ച് വള്ളിപ്പടർപ്പൊക്കെ മാറ്റി അങ്ങേ അറ്റത്തേക്ക് പോകാൻ ശ്രമമാണ്. ഇപ്പോൾ പാമ്പ് അവിടെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ആ പാമ്പിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഈ റെസ്ക്യൂ ഓപ്പറേറ്റർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും ആ മരം ശിഖരം കുലുക്കി അതിനെ ഇവിടേക്ക് ഈ മറ്റൊരു വശത്തേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവർ നടത്തുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് പാമ്പ് മരത്തിൻ്റെ ശിഖരത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോയിട്ടുണ്ട്. ആ അറ്റത്ത് ചുറ്റി കിടക്കുകയാണ്. അത് അവിടെ നിന്നും ഇങ്ങോട്ട് വരാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അല്പം റിസ്ക് ഉണ്ട്. അതിൻ്റെ വാലിൽ ഇപ്പോൾ പിടുത്തം കിട്ടിയിട്ടുണ്ട് റെസ്ക്യൂ ഓപ്പറേറ്റർക്ക്. ആ വാലിൽ പിടിച്ച്
ഇങ്ങോട്ടേക്ക് മാറ്റാൻ നമുക്കറിയാം പെരുമ്പാമ്പാണ്, അതുകൊണ്ട് ചുറ്റി ആ മരത്തിൽ ആ ശിഖരത്തിൽ ചുറ്റിക്കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വാലിൽ പിടിച്ചതിനെ ഇങ്ങോട്ടേക്ക് മാറ്റേണ്ട ശ്രമമാണ്. ആ വാലിൽ പിടുത്തം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ശരീരത്തിൽ പിടുത്തം കിട്ടിയിട്ടുണ്ട്. പക്ഷേ പാമ്പ് തിരികെ ഇങ്ങോട്ടേക്ക് കടിക്കാനുള്ള ശ്രമം പാമ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തന്നെയാണ്. പക്ഷേ പെരുമ്പാമ്പായതുകൊണ്ട് പേടിക്കേണ്ടതില്ല, ആ ഒരു ധൈര്യമുണ്ട്. അങ്ങനെ അങ്ങേ അറ്റത്തേക്ക്, അതായത് ശിഖരത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് ഇപ്പോൾ ഈ റെസ്ക്യൂ ഓപ്പറേറ്റർ എത്തി. അവിടെ നിന്നും പാമ്പിൽ പിടുത്തം കിട്ടിയിട്ടുണ്ട്. പക്ഷേ പാമ്പ് മറുവശത്തേക്ക് എതിർ ദിശയിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ കുറച്ചുകൂടി പിടുത്തം കിട്ടി. ആ പാമ്പിനെ ഇപ്പോൾ ഈ റെസ്ക്യൂ ഓപ്പറേറ്റർ പുറത്തേക്ക് അതിൻ്റെ വാലിൽ പിടുത്തം കിട്ടി പുറത്തേക്ക് എത്തിക്കാൻ ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അങ്ങനെ എത്തിച്ചാലും അതിൻ്റെ തലയിൽ കഴുത്തിൽ പിടുത്തം കിട്ടിയാൽ മാത്രമാണ് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ഒരു ബാഗുണ്ട്, ആ ബാഗിനുള്ളിലേക്ക് ഈ പാമ്പ് കയറണം. അതിന്റെ തല ഈ ബാഗിനുള്ളിലേക്ക് അത് കൊണ്ടുപോകും. കയ്യിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം പിടിച്ച് ഉയർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ ആ മരത്തിൽ ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് അത്രയും ഭാരം താങ്ങാനാവുകയും അത്ര എളുപ്പമാകില്ല. എന്തായാലും അവിടെ ശ്രമം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ മരത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഇവർ പാമ്പിനെ പിടിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിട്ടുണ്ട് ശരിക്കും? ഏതാണ്ട് 1 മണിക്കൂറിലേറെ നേരമായി ഈ ശ്രമം തുടങ്ങിയിട്ട്. ആ ശ്രമം ഏതാണ്ട് പാതി വിജയിച്ചു എന്നൊരു പക്ഷേ പറയാം. കാരണം ഈ കവറിനുള്ളിലേക്ക് പാമ്പ് കയറാൻ കഴിഞ്ഞു വന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. ഒരു പക്ഷേ പാമ്പിൻ്റെ തല ഈ ബാഗിനുള്ളിലേക്ക് കയറിയാൽ തീർച്ചയായിട്ടും പുറത്തേക്ക് വളരെ വേഗം എത്തിക്കാൻ കഴിയുമെന്നാണ്. അതാണ് അവർ പ്രധാനമായും നടത്തുന്ന ശ്രമം. അതായത് ഈ പറയുന്ന ബാഗിനുള്ളിലേക്ക് പാമ്പിനെ കയറ്റുക, അങ്ങനെ പാമ്പിനെ പുറത്തേക്ക് രക്ഷപ്പെടുത്തുക, ആ ശ്രമമാണ് അവർ നടത്തുന്നത്. പാമ്പിൻ്റെ തല അതിനുള്ളിലേക്ക് കയറി എന്ന് പറയുന്നു. പക്ഷേ അതിൽ ഒരു വ്യക്തതയില്ല. കാരണം വളരെ റിസ്കി ആയ ഒരു ഓപ്പറേഷനാണ്. കാരണം ആ ഒരു മരത്തിൻ്റെ ശിഖരത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പാമ്പ് നീങ്ങുമ്പോൾ ആ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് ആണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ അത് കയറിയതുപോലെ തോന്നുന്നുണ്ട്. ഫെലിക്സ്, അതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടോ പാമ്പ്? പാമ്പ് ഇതിനുള്ളിലേക്ക് കയറി എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് തീർച്ചയായിട്ടും പാമ്പിനെ ഇതിനുള്ളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നതാണ്. അതായത് നേരത്തെ മരത്തിനുള്ളിലുണ്ട് പാമ്പിനെ പൂർണ്ണമായും റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞു. അതായത് ഈ ബാഗിനുള്ളിലേക്ക് കയറി ഇനിയിപ്പോൾ അത് പുറത്തേക്ക് എടുക്കുക എന്നത് മാത്രമാണ്. കാരണം ആ റെസ്ക്യൂ ഓപ്പറേഷൻ പൂർണ്ണമായും വിജയിച്ചു എന്ന് തന്നെ പറയാം. വളരെ റിസ്ക് ഉള്ള ഒരു ഓപ്പറേഷൻ, വളരെ പ്രയാസമേറിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. പക്ഷെ അത് പൂർണ്ണ തോതിൽ പ്രവർത്തനമായിരുന്നു അവിടെ ഈ 2 ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് നടത്തിയത്. അതാണിപ്പോൾ വിജയത്തിലേക്ക് എത്തുന്നത്. പാമ്പിനെ പൂർണ്ണമായിട്ടും അവർക്ക് ആ കൂട്ടിലേക്ക് കയറ്റാൻ സാധിച്ചിരിക്കുന്നു. 1 മണിക്കൂറിലധികം നേരമായി ആ മരത്തിനു മുകളിൽ നിന്നുകൊണ്ട് കൃത്യമായി ബാലൻസ് ചെയ്ത് നിൽക്കാൻ പോലും പറ്റാത്ത മരത്തിന് മുകളിൽ നിന്നുകൊണ്ട് പാമ്പിനെ പിടികൂടാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. 2 ദിവസമായി ആ പാമ്പ് ആ മരത്തിന് മുകളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പാമ്പിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. താഴേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഫെലിക്സ്, പറയൂ. തീർച്ചയായിട്ടും വലിയൊരു ദൗത്യം, വളരെ പ്രയാസമേറിയ ദൗത്യം. അത്ര സിമ്പിൾ ആയിരുന്നില്ല, അത്രയും എളുപ്പമായിരുന്നില്ല. കാരണം ആ വള്ളിപ്പടർപ്പുകൾ കൂടെ ഇടയിലൂടെയാണ് ആ പാമ്പ് അങ്ങോട്ടും പല ദിശയിലേക്കൊക്കെ നീങ്ങിയത്. അപ്പോൾ വളരെ സാഹസികമായൊരു ദൗത്യമാണ്. ആ ദൗത്യം പൂർണ്ണ തോതിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. അത് പാമ്പുമായി ഇപ്പോൾ അവർ പുറത്തേക്ക്, ഈ റെസ്ക്യൂ ഓപ്പറേറ്റർ അടക്കമുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഒരു കയറിൽ ആ ബാഗ് കെട്ടി അത് പുറത്തേക്ക് ഇപ്പോൾ താഴേക്ക് കൊണ്ടുവരികയാണ്. വലിയ പെരുമ്പാമ്പ് തന്നെയാണ്, നല്ല നീളമുള്ള പെരുമ്പാമ്പ് തന്നെ. ഒപ്പം ഈ പെരുമ്പാമ്പ് ഇര വിഴുങ്ങാനായി മരത്തിന് മുകളിൽ കയറിയതാകാം എന്നതാണ് സംശയിക്കുന്നത്. അങ്ങനെ കയറിയ സമയത്ത് അവിടെ കുടുങ്ങിപ്പോയതാകാം, പിന്നീട് അതിനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയാതായതാകാം എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും മിനിങ്ങാന്നാണ് കയറിയത് എന്ന് വെച്ചാൽ ഒരു 3 ദിവസം ഉണ്ട്. കാരണം മിനിങ്ങാന്ന് രാത്രി, ഇന്നലെ, ഇന്ന്, അങ്ങനെ വരുമ്പോൾ ഒരു 3 ദിവസമായി ഈ മരത്തിന് മുകളിലായിരുന്നു ഈ പെരുമ്പാമ്പ് ഉണ്ടായിരുന്നത്. ആ പെരുമ്പാമ്പിനെ ഇന്നലെ അടക്കം പുറത്തേക്ക് വരുമെന്ന് കരുതിയെങ്കിൽ അത് ഉണ്ടായില്ല. ഒരു ജനവാസ മേഖലയാണ്, കണ്ണൂർ നഗരത്തോട് ചേർന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആളുകൾക്ക് വലിയ ഭീതിയൊക്കെ ഉള്ള സമയത്താണ് ഈ റെസ്ക്യൂ ഓപ്പറേറ്റർമാർ